വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. 2005 ഒൻറ്റാറിയോയിലെ പ്രൊവിൻഷ്യൻ പാർക്കിൽ മാർക്ക് ജോർദാനെയും ജാക്ലിൻ പെറിയെയും ആക്രമിച്ചു ഫോജി കറുത്തകരുടെ യഥാർത്ഥ കഥയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സിനിമയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. സിനിമയുടെ പേര് ബാക്ക് കൺട്രി എന്നാണ്. അലക്സും ജെന്നിയും ഒരു വീക്കെൻഡിൽ ക്യാമ്പിങ്ങിന് പോകാൻ തയ്യാറാകുന്നു. അവർ സിറ്റിയും കടന്ന് ഫോറസ്റ്റ് ഏരിയയിലൂടെ പാട്ടൊക്കെ ഇട്ട് എൻജോയ് ചെയ്ത് പോവുകയാണ്. അലക്സ് കുട്ടിക്കാലത്ത് ക്യാമ്പിങ്ങിന് പോയൊരു സ്ഥലമാണെന്നൊക്കെ ജെന്നിയോട് പറയുകയാണ്. അവൻ അറിയാവുന്നൊരു ട്രക്കിംഗ് പാതയുണ്ട്, അത് ജെന്നിക്ക് വളരെ ഇഷ്ടപ്പെടുമെന്നൊക്കെ പറഞ്ഞു. അവർ ഒരു ഫോറസ്റ്റ് എൻട്രൻസിലെത്തി. അവിടെ കണ്ട ഓഫീസറോട് ഞങ്ങൾ അലക്സ് ലൂയിസ് പറഞ്ഞ് ഇവിടെ റിസർവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓഫീസർ വഴി അറിയാൻ മാപ്പ് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അവൻ വേണ്ട എന്ന് പറഞ്ഞു. വീണ്ടും ഓഫീസർ എടുത്തു ചോദിച്ചു, നിനക്ക് മാപ്പിൻ്റെ ആവശ്യമില്ലേ? എനിക്കതിൻ്റെ ആവശ്യമില്ല, ഈ പാർക്ക് നന്നായി എനിക്കറിയാം എന്ന് ആത്മവിശ്വാസത്തോടെ അലക്സ് പറഞ്ഞു. കാലാവസ്ഥ വ്യതിയാനം ഉള്ളപ്പോൾ തെറ്റിച്ചേക്കാം എന്ന് ആ ഓഫീസർ പറഞ്ഞു. ചില ആളുകളെ ആയിരിക്കാം എന്ന് അവൻ ചിരിച്ചുകൊണ്ട് പറയുന്നു. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഓഫീസർ ചോദിച്ചു. ബ്ലാക്ക് ഫുഡ് ട്രെയിൽ ആണ് അവരുടെ ലക്ഷ്യം എന്ന് അലക്സ് ആ ഓഫീസറോട് പറഞ്ഞു. ഈ സീസണിൽ ബ്ലാക്ക് ഫുഡ് ട്രെയിൽസ് ക്ലോസ് ചെയ്തേക്കുവാണെന്ന് ഓഫീസർ അവനോട് ക്ഷമ ചോദിച്ചുകൊണ്ട് പറയുന്നു. ഈ ട്രിപ്പിൻ്റെ പ്രധാന ഉദ്ദേശം ആ വഴിയുള്ള ട്രക്കിംഗ് ആണെന്നും അവിടെയുള്ള ലേക്ക് സർപ്രൈസായി അവളെ കാണിക്കാനും ആണെന്നും പറയുന്നു. ഓഫീസർ രണ്ടുപേർക്കും കൂടി $1000 തന്നാൽ കയറ്റിവിടാം എന്നൊക്കെ പറഞ്ഞു. അലക്സ് സമ്മതിച്ചു. ഓഫീസർ ഒരു വിസിലും മെഡിക്കൽ കിറ്റും നൽകുന്നു. തിരികെ ഇത് കൊണ്ടുവന്നാൽ ഞാൻ ഇതിനുള്ള കാശ് വാങ്ങില്ലെന്നും ചിരിച്ചുകൊണ്ട് പറയുന്നു. അവർ ഒരു ലേക്കിനടുത്തെത്തി. മറ്റു കാറുകളും നമുക്കവിടെ കാണാം. അവർ ഒരുമിച്ച് ഫോട്ടോയൊക്കെ എടുത്തു. യാത്രയുടെ തുടക്കത്തിനായുള്ള ഓർമ്മയ്ക്കാണെന്ന് അലക്സ് അവളോട് പറഞ്ഞു. അതിനുശേഷം അവർ ഒരു വള്ളത്തിൽ തുഴഞ്ഞു പോവുകയാണ്. വള്ളം ഒരു കരയ്ക്ക് അടുപ്പിച്ചു വെക്കുന്നു അലക്സ്. വള്ളം എടുത്ത് പൊക്കി കരയിലോട്ട് അടുപ്പിച്ച സമയം വള്ളം അവൻ്റെ കാലിൽ വീഴുന്നു. അവൻ ഞൊണ്ടി ജെന്നിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവൾ വിസിൽ കഴുത്തിൽ ധരിച്ചിട്ട് ഇതിൻ്റെ ആവശ്യമില്ല, എന്നാലും കിടക്കട്ടെ എന്ന് പറഞ്ഞു. അവൾ ഒരു ബിയർ സ്പ്രേ അവനെ കാണിക്കുന്നു. അവൻ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അവൾ എനിക്കൊരു സേഫ്റ്റിക്ക് കിടക്കട്ടെ എന്ന് പറഞ്ഞു. അവളുടെ ബെൽറ്റിൽ അവൻ അത് വെച്ചു കൊടുക്കുന്നു. വേറെ ഇതുപോലെ എന്തെങ്കിലും കയ്യിലുണ്ടോ എന്ന് ചോദിച്ച് അവളുടെ ബാഗ് അവൻ പരിശോധിക്കുകയാണ്. അവളുടെ ബാഗിൽ നിന്നും ഒരു റോഡ് ഫ്ലെയർ അവൻ എടുക്കുന്നു. കാറ് ഹൈവേ സൈഡിൽ ബ്രേക്ക് ഡൗൺ ആവുന്ന സമയത്ത് ഉപയോഗിക്കുന്നതാണല്ലോ, നീ എന്തിനാണ് ഇത് വെച്ചേക്കുന്നത് എന്ന് പറയുന്നു. അത് എനിക്കറിയാം, എന്നാലും ഇത് എൻ്റെ കയ്യിലിരിക്കട്ടെ എന്ന് പറയുന്നു. അവർ ട്രക്കിംഗ് ചെയ്തു തുടങ്ങി. ജെന്നിക്ക് ചെറിയൊരു പരിഭ്രമമുണ്ട്. ആ കാട്ടിലൂടെ നടന്നപ്പോൾ അവൾ അത് പറയുന്നുണ്ട്. രണ്ടുപേർ ഓപ്പോസിറ്റ് സൈഡ് പോയപ്പോൾ അവൾക്ക് ചെറിയൊരു ആശ്വാസമായി. അവർ നടന്ന് ടെൻറ്റ് സെറ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലത്തെത്തി. അവർ ആ ടെൻറ്റ് സെറ്റ് ചെയ്യാനുള്ള എല്ലാം റെഡിയാക്കിക്കൊണ്ടിരുന്നു. അലക്സ് ഇതിനിടയ്ക്ക് ചെറുതായി തീയൊക്കെ കൂട്ടി. അവർ അവിടെ ഇരുന്ന് സംസാരിച്ചു. അതിനുശേഷം കാട്ടിനകത്തുള്ള ഒരു ചെറിയ കുളം പോലെയുള്ളൊരു വെള്ളക്കെട്ടിൽ പോയി കുളിക്കുന്നു. ഈ സമയം അവരെ ആരോ വാച്ച് ചെയ്യുന്നതായിട്ട് നമുക്കറിയാൻ കഴിയും. അവർ തിരികെ അവിടെ വന്നു. അലക്സ് അവളോട് ഇരുട്ടുന്നതിന് മുമ്പ് കുറച്ച് വിറക് ശേഖരിച്ചിട്ട് വരാം, നീ ഇവിടെ ഇരിക്കാൻ എന്ന് പറയുന്നു. അവളും വരാം എന്ന് പറഞ്ഞപ്പോൾ വേണ്ട, ഇവിടെ വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അവൾക്ക് ഒറ്റയ്ക്കിരിക്കാൻ നല്ല പേടിയുണ്ടെന്ന് തോന്നുന്നു. ആ സമയം ഒരാൾ വന്ന് ഹലോ പറയുന്നു. അവൾ ഞെട്ടിത്തിരിയുന്നു. അടുത്ത സീനിൽ അലക്സ് വിറക് കയറുന്നത് കാണാം. അവൻ വിറക് ശേഖരിച്ച് തിരിച്ചു വരുമ്പോൾ ജെന്നി ആരോടായി സംസാരിക്കുന്നതായി അവൻ കാണുന്നു. ജെന്നി അവരെ തമ്മിൽ പരിചയപ്പെടുത്തുന്നു. ഇത് ബ്രാഡ് ആണെന്ന് പറയുന്നു. അലക്സ് ബ്രാഡിനെ ഇങ്ങോട്ട് വന്നതാണോ എന്ന് ചോദിച്ചു. ബ്രാഡ് അല്ല, ട്രക്കിംഗ് വഴി തിരിച്ചു വന്നതാണെന്ന് പറഞ്ഞു. അവൻ്റെ കയ്യിൽ കുറച്ച് മീനുകളുമുണ്ട്, നമുക്ക് ഡിന്നറിന് കുറച്ച് മീൻ കഴിക്കാം എന്ന് അലക്സിനോട് ജെന്നി പറഞ്ഞു. അപ്പോൾ ബ്രാഡ് പറഞ്ഞു, ഞാൻ എന്തായാലും ഇത് മുഴുവനും കഴിക്കില്ല, നിങ്ങൾക്ക് കൂടി തരാം എന്ന് പറഞ്ഞു. അലക്സ് ഞാൻ ഡ്രസ്സ് ഒന്ന് മാറട്ടെ എന്ന് പറഞ്ഞു അകത്തോട്ട് പോകുന്നു. ജെന്നിയെ അകത്തോട്ട് വിളിക്കുന്നു. എന്താണ് ഇവിടെ നടക്കുന്നത്, നീ ഓക്കെ ആണോ എന്ന് ചോദിച്ചു. ഞാൻ 10 മിനിറ്റായി അവനോട് സംസാരിക്കുന്നു, അവൻ പ്രശ്നമുള്ളതായി തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ബ്രാഡ് കള്ളത്തരം പറയുന്നവനാണെന്ന് അലക്സ് പറയുന്നു. അവൻ ഇവിടെ എന്താ കാര്യം, നീ വിളിച്ചിട്ടാണോ വന്നതെന്നൊക്കെ ചോദിച്ചു. ജെന്നി ഞാൻ അവനെ പറഞ്ഞു വിടട്ടെ എന്ന് ചോദിച്ചു. അലക്സ് വേണ്ട എന്ന് പറഞ്ഞു. അവൾ ടെൻറ്റിൻ്റെ വെളിയിലേക്ക് വന്നതും ബ്രാഡിന് കാര്യങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു. നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ എൻ്റെ വഴിയെ പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. അവർ രണ്ടുപേരും കൂടി നീ പോകേണ്ട കുഴപ്പമില്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് സംഭവിച്ചാണെന്ന് അലക്സ് ബ്രാഡിനോടായി പറയുന്നു. എന്നാൽ ഓക്കെ പറഞ്ഞു. അവൻ ഫിഷ് ക്ലീൻ ചെയ്യാൻ ആരംഭിച്ചു. അവർ ഫിഷ് കുക്ക് ചെയ്യാൻ ആരംഭിച്ചു. പരസ്പരം സംസാരിച്ചു. അലക്സിനോട് ജോലി എന്താണെന്ന് ബ്രാഡ് ചോദിച്ചു. അലക്സ് അവൻ്റെ ഫ്രണ്ടിൻ്റെ ബിസിനസ്സിൽ പാർട്ട്ണറാണെന്ന് പറഞ്ഞു. എനിക്ക് മീൻ കിട്ടിയില്ലെങ്കിൽ ഒരു കരടിയെ കിട്ടിയാൽ മതിയെന്നും അതിനെ കൊല്ലാനുള്ള ലൈസൻസ് നോക്കുവാണെന്നും ബ്രാഡ് തമാശ രൂപേണ പറഞ്ഞു. ഫിഷിൻ്റെ സൈഡായി എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് ബ്രാഡ് ചോദിക്കുന്നു. ഉരുളക്കിഴങ്ങും കുറച്ച് വെജിറ്റബിൾസും ഉണ്ടെന്ന് ജെന്നി പറഞ്ഞു. എന്നാൽ ഉരുളക്കിഴങ്ങ് എടുത്തുകൊള്ളാൻ ബ്രാഡ് പറയുന്നു. അലക്സിന് അവൻ്റെ സംസാരം തീരെ പിടിക്കുന്നില്ല. ബ്രാഡ് എങ്ങനെയെങ്കിലും അവിടെ നിന്നും പോയാൽ മതി എന്നുള്ള രീതിയിലാണ് അലക്സ് അവിടെ ഇരുന്നത്. നീ ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് ബ്രാഡിനോടായി ചോദിക്കുന്നു. ഞാനിവിടെ ടൂറിസ്റ്റിന് ഈ കാടിൻ്റെ വന്യത കൂടുതൽ കാണിക്കുകയും ഒരു ഗൈഡായി പോകുകയോ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ജെന്നി വരുന്നു. ജെന്നി അവിടെ ഇരിക്കുന്നു.
ബ്രാഡ് എഴുന്നേറ്റ് അവിടെ നിന്ന് യൂറിൻ പാസ് ചെയ്യുന്നു. അലക്സിന് തീരെ പിടിക്കുന്നില്ല. ബ്രാഡ് തിരികെ വന്നിട്ട് അവരുടെ പ്ലാൻ എന്താണെന്ന് ചോദിക്കുന്നു. അവൾ പറഞ്ഞു തുടങ്ങാൻ നേരം അലക്സ് കയറി പറയുന്നു, ഞങ്ങൾക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ വന്നതാണെന്ന്, 2 ദിവസം കഴിയുമ്പോൾ പോകുമെന്നും പറഞ്ഞു. ബ്രാഡ് ചിരിച്ചുകൊണ്ട് ജിനിയെപ്പോലെ ഒരു സുന്ദരിയെ കൊണ്ടുവന്നിട്ട് നല്ല സ്ഥലങ്ങളും കാടിനകത്തെ ടൂറിസ്റ്റ് സ്പോട്ടുകളും കാണിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നു. ഇതിനകത്തൊരു വെള്ളച്ചാട്ടമുണ്ട്, വളരെ മനോഹരമാണെന്ന് ബ്രാഡ് പറഞ്ഞു. നീ അവിടെ പോയിട്ടുണ്ടോ അലക്സ് എന്ന് ചോദിച്ചു. ഞാൻ പോയിട്ടുണ്ട് എന്ന് അലക്സ് മറുപടി പറഞ്ഞു. എന്നാൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഏത് വഴിയാണ് നമ്മൾ തിരികെ വരുന്നതെന്ന് ചോദിക്കുന്നു. വലതുഭാഗമാണെന്ന് അലക്സ് പറഞ്ഞു. നീ ഊഹിച്ചു പറഞ്ഞത് ശരിയാണെന്ന് ബ്രാഡ് പറഞ്ഞു. ഞാൻ ഊഹിച്ചതല്ല എന്ന് അലക്സ് തിരികെ പറഞ്ഞു. അലക്സിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇവിടുത്തെ എല്ലാ അഡ്വഞ്ചർ സ്പോട്ടിലും കൊണ്ടുപോയനെ. ബ്രാഡ് ജെന്നിയുമായി ഫ്ലേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് ഗൈഡിൻ്റെ ആവശ്യമില്ലേ എന്ന് ബ്രാഡ് ജെന്നിയോട് ചോദിക്കുന്നു. ആൾറെഡി ഒരു ഗൈഡ്, അതായത് അലക്സ് ഉണ്ടെന്നുള്ള രീതിയിൽ ജെന്നി മറുപടി പറഞ്ഞു. അവർ കഴിച്ചു തുടങ്ങുന്നു. അവൻ യാത്ര പറഞ്ഞു ഇറങ്ങാൻ തുടങ്ങി. അവൾ മീൻ കൊണ്ടുവന്നതിന് നന്ദി പറഞ്ഞു. നടന്നു തുടങ്ങി കുറച്ച് ദൂരം ചെന്നപ്പോൾ അലക്സിനോട് നീ നേരത്തെ മിസ്അണ്ടർസ്റ്റാൻഡിങ് മൂലമാണ് എന്നെ ഇഷ്ടപ്പെടാത്തതെന്ന് പറഞ്ഞു തിരികെ നടന്നു വരുന്നു. അതെന്താണെന്നൊന്ന് വിശദീകരിക്കാമോ എന്ന് ചോദിച്ചു. ജെന്നി അപ്പോൾ അവർക്കിടയിൽ കയറി അതൊന്നുമില്ല എന്ന് പറഞ്ഞു. ബ്രാഡ് അപ്പോൾ ഇവനൊരു പുരുഷനല്ലേ, കുട്ടിയൊന്നുമല്ലല്ലോ, അവൻ പറയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അലക്സ് ബ്രാഡിനോടായി എനിക്ക് നീ എന്തിനാ ഇവിടെ വന്നതെന്ന് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. വീണ്ടും ബ്രാഡ് എന്താണ് മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് ചോദിച്ചു. അവർ തമ്മിൽ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നു. ജെന്നി ഇടയ്ക്ക് കയറി സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ അലക്സ് അവളെ തടയുന്നു. ശരി, ഞാൻ പറയാം. ഞാൻ വിറകമായി തിരിച്ചു വന്നപ്പോൾ എൻ്റെ ഗേൾഫ്രണ്ട് ഒരു വ്യക്തിയുമായി സംസാരിക്കുന്നു, കാട്ടിൽ വെച്ചും, അതും പരിചയമില്ലാത്ത ഒരാൾ. അത് ശരിയല്ലെന്ന് തോന്നി എന്ന് അലക്സ് ബ്രാഡിനോടായി പറഞ്ഞു. വീണ്ടും ബ്രാഡ് അതിൽ എന്താണ് മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് ചോദിക്കുന്നു. നീ എത്തരത്തിലുള്ള ഒരാളാണെന്ന് അറിയില്ല. ജെന്നിയാണ് നീ കുഴപ്പമില്ലാത്ത ഒരാളാണെന്ന് പറഞ്ഞത്. നീ ഒരു ഭാഗ്യവാനാണെന്ന് ജെന്നിനെ നോക്കി ബ്രാഡ് അലക്സിനോട് പറഞ്ഞു. ബ്രാഡ് നടന്നു പോകുന്നു. ജെൻ അലക്സിനോട് സോറി പറയുന്നു. അവൻ പോകുന്ന അവർ നോക്കി നിൽക്കുന്നു. അവർക്ക് ചെറിയ പേടിയുണ്ട്. തവണ നീ അവനെ വീട്ടിലേക്ക് വിളിക്കൂ എന്ന് അലക്സ് ജെന്നിനോട് പറയുന്നു. ഞാൻ സോറി പറഞ്ഞില്ലേ എന്ന് ജെൻ ചോദിക്കുന്നു. അവൻ തിരിച്ചു വരുമോ എന്നൊക്കെ ജെന്നി അലക്സിനോട് ചോദിക്കുന്നു. അവൾ ആകെ പരിഭ്രമിച്ചിട്ടുണ്ട്. അവൻ വരില്ല. വന്നാലും എൻ്റെ കയ്യിൽ ചെറിയൊരു കൈക്കോടാലിയുണ്ട്, അതുമായാണ് ഞാൻ ഉറങ്ങാൻ കിടക്കുന്നത്. ഡെസേർട്ട് എങ്ങാനും ആവശ്യപ്പെട്ട് നിൻ്റെ ഡിന്നർ ഗസ്റ്റ് വന്നാലോ എന്ന് അലക്സ് ദേഷ്യത്തോട് ജെന്നിനെ കളിയാക്കുന്നു. ജെൻ അലക്സിന് വട്ട എന്ന് പറയുന്നു. അലക്സിന് ഈ സമയം ദേഷ്യം വരുന്നു. അവൻ പറഞ്ഞു, ജെൻ, എനിക്ക് നിന്നെ മനസ്സിലാകുന്നില്ല. ഒരു അപരിചിതനെ ഡിന്നറിന് ക്ഷണിക്കുന്നു, അത് നമ്മുടെ ആദ്യത്തെ യാത്രയിൽ, ആദ്യത്തെ നൈറ്റ് തന്നെ. എനിക്കെന്ത് ചെയ്യണം എന്നറിയില്ലായിരുന്നു അലക്സ് എന്ന് ജെൻ പറയുന്നു. അവൾ വീണ്ടും സോറി പറഞ്ഞു. അലക്സ് ടെൻ്റൊക്കെ സെറ്റ് ചെയ്ത് കിടക്കുന്നു. പിറ്റേന്ന് രാവിലെയാണ് കാണിക്കുന്നത്. പ്രശ്നങ്ങളൊന്നുമില്ലാതെ നൈറ്റ് കടന്നു പോയതായി മനസ്സിലാകുന്നു. അവൻ അവൾക്കൊരു കോഫി നൽകുന്നു. ആദ്യത്തെ ബെഡ് കോഫി ആണോ ഇത് എന്നൊക്കെ ജെൻ ചോദിക്കുന്നുണ്ട്. അവർ വീണ്ടും യാത്ര ആരംഭിച്ചു. ബ്ലാക്ക് ഫുഡ് ട്രെയിൽ എന്ന പേര് വരാൻ കാരണം എന്താണെന്ന് ജെൻ ചോദിക്കുന്നു. അത് ഇവിടുത്തെ പ്രാദേശികമായ ആളുകൾ വിളിക്കുന്നതാണ്. ആ വഴി അവസാനിക്കുന്നത് ചെറിയൊരു തടാകമുണ്ട്. ആ തടാകത്തിന് ചുറ്റുമുള്ള പ്രദേശം വളരെ ഇരുണ്ടതാണെന്നും കൂടാതെ ഇവിടുത്തെ ആദിവാസികളായ ഇരുണ്ട പ്രദേശത്തിലെ മൃഗങ്ങളുടെ കാൽപാദങ്ങൾ വെച്ച് ഫോളോ ചെയ്ത വേട്ടയാടാറുണ്ടെന്നും പേര് വന്നതെന്ന് അലക്സ് പറയുന്നു. അപ്പോൾ ലേക്കിൻ്റെ പേരെന്താ? ജെന്നിൻ്റെ സംശയമാണ്. അത് എനിക്കറിയില്ല എന്ന് അലക്സ് പറയുന്നു. ശരിക്കും? ജെൻ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു. അവൻ്റെ കുട്ടിക്കാലത്തെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസ് ഇതാണെന്നും അലക്സ് പറയുന്നു. ജെൻ നടന്നു നീങ്ങുമ്പോൾ അലക്സ് താഴോട്ട് നോക്കുന്നു. ഏതോ ഒരു മൃഗത്തിൻ്റെ കാൽപാദങ്ങൾ പതിഞ്ഞ പാട്. അവൾ അത് കാണുന്നില്ല. അവൻ അവളോട് പറയാതെ വീണ്ടും നടന്നു നീങ്ങി. അവർ വഴി രണ്ടായി തിരിയുന്ന ഒരു സ്ഥലത്ത് വരുന്നു. ജെന്നിന് അലക്സിന് പോയ വഴിയിൽ സംശയം തോന്നുന്നു. ജെൻ അലക്സിനോട് വഴി ഇത് തന്നെ ആണോ എന്ന് ചോദിക്കുന്നു. അവൻ അതെ എന്ന് പറഞ്ഞു. അവൾ അവനെ ഫോളോ ചെയ്യുന്നു. അവർ തമ്മിൽ സംസാരിക്കാതെ കുറേ ദൂരം നടക്കുന്നു. രാത്രിയിൽ അടുത്ത സ്ഥലത്ത് ടെൻ്റ് അടിക്കുന്നു. തീ കായുന്ന സമയത്ത് അലക്സ് അവൻ്റെ നഖം ഊരിക്കളയുന്നു. അവിടെ വലിയൊരു മുറിവായി കഴിഞ്ഞു. ജെൻ അത് ക്ലീൻ ചെയ്ത് ഡ്രസ് ചെയ്ത് കൊടുക്കുന്നു. അവർ ഉറങ്ങാനായി കിടന്നു. ജെൻ ഇടയ്ക്ക് കണ്ണു തുറന്നപ്പോൾ ഒരു മരക്കം പൊടിക്കുന്നത് പോലൊരു ശബ്ദം കേട്ടു. അവൾ അലക്സിനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. അലക്സ് എഴുന്നേൽക്കുന്നില്ല. വീണ്ടും എന്തോ ശബ്ദം കേൾക്കുന്നു. അലക്സിനെ അവൾ എഴുന്നേൽപ്പിക്കുന്നു. ഇപ്പോൾ അവരുടെ ടെൻറ്റിനകത്തേക്ക് കല്ല് വീഴുന്ന പോലെ ഒരു ശബ്ദം കേൾക്കുന്നു എന്ന് അലക്സിനോട് ജെൻ പറയുന്നു. അലക്സ് അത് കുഴപ്പമില്ല, മരത്തിൽ നിന്നും കായ വീഴുന്ന ശബ്ദമാണ്, നീ കിടന്നുറങ്ങോ എന്ന് അലക്സ് ജെന്നിനോട് പറഞ്ഞു. ശബ്ദം കൂടി വന്നപ്പോൾ അത് കായയല്ല എന്ന് അലക്സ് പറഞ്ഞു. എന്താണെന്ന് ജെൻ ചോദിക്കുന്നു. ഇനി അവനായിരിക്കുമോ, അതായത് ബ്രാഡ് ആയിരിക്കുമോ എന്ന് ജെൻ ചോദിച്ചു. നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് അലക്സ് പറഞ്ഞു. അവർ വെയിറ്റ് ചെയ്തു. വേറെ ശബ്ദമൊന്നും കേൾക്കാതിരുന്നപ്പോൾ അവർ വീണ്ടും കയറിക്കിടന്നു. പിറ്റേന്ന് രാവിലെ അവിടുത്തെ ചെറിയ കമ്പുകളൊക്കെ ഒടിഞ്ഞു കിടക്കുന്ന അലക്സ് നോക്കുന്നു. ജെന്നിന് ഇവിടെ കൂടുതൽ നേരം നിൽക്കേണ്ട, വീട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. അലക്സ് അവളെ ആശ്വസിപ്പിക്കുന്നു. ഞാൻ ഒരുപാട് നാൾ ഈ ട്രിപ്പിനായി വെയിറ്റ് ചെയ്തു, നിനക്കിതെന്തായാലും ഇഷ്ടപ്പെടും എന്ന് അലക്സ് പറഞ്ഞു. വീണ്ടും യാത്ര ആരംഭിക്കുന്നു. അവർ ചെറിയൊരു പഴച്ചെടി കാട്ടിൽ കാണുന്നു. ഇത് വിൻ്റർ ഗ്രീൻ ആണെന്ന് അലക്സ് അവളോട് പറഞ്ഞു. അവൻ കഴിക്കാൻ ആരംഭിച്ചു.
അവൾക്ക് കൊടുത്തപ്പോൾ വല്ല മൃഗങ്ങളും ഉള്ളിയതായിരിക്കുമെന്ന് പറഞ്ഞു അവൾ കഴിക്കുന്നില്ല. നിന്റെ നഷ്ടം എന്ന് പറഞ്ഞ് അവൻ നടന്നു നീങ്ങി. അവൾ എന്തോ ഒരു സ്മെല്ലുണ്ടല്ലോ, എന്താണെന്ന് ചോദിക്കുന്നു. അവൻ ഒന്നുമില്ല എന്ന് പറയുന്നു. അവൾ ഒരു വഴിയിലേക്ക് കയറി നടക്കുന്നു. ഈച്ചയുടെ മുകളിൽ നമുക്ക് കേൾക്കാൻ കഴിയും. ചെന്ന് നോക്കുമ്പോൾ ഒരു മാൻ ചത്ത് കിടക്കുന്നത് കാണുന്നു. അവർ അതിനടുത്ത് പോയി. അതിൻ്റെ രൂക്ഷഗന്ധം കാരണം അവൾ മൂക്ക് പൊത്തി വീണ്ടും അവിടെ നിന്ന് മാറി നടന്നു നീങ്ങുന്നു. നടക്കുന്ന വഴിയിൽ ജെൻ ഒരിടത്ത് വീഴുന്നു. അലക്സ് ഞാൻ വഴി കണ്ടെത്തിയെന്ന് ഉറക്കെ വിളിച്ചു പറയുന്നു. അവൾ നടന്ന് അലക്സിനടുത്തേക്ക് ചെല്ലുന്നു. അവൾ വീണതിനെ അലക്സ് കളിയാക്കുന്നു. അത് തുടച്ച് വൃത്തിയാക്കി വീണ്ടും അവരുടെ ഡെസ്റ്റിനേഷനിലേക്ക് അവർ നടന്നു നീങ്ങുന്നു. അവരുടെ ഡെസ്റ്റിനേഷൻ എത്തിയെന്ന് അലക്സ് പറയുന്നു. അവർ രണ്ടുപേരും കൂടി വലിഞ്ഞു കയറി പാറമുകളിൽ കൂടി നടക്കുന്നു. അലക്സ് പരിഭ്രാന്തനായി കാണുന്നു. ലേക്ക് എവിടെയെന്ന് ജെൻ ചോദിക്കുന്നു. ജെൻ കാണുന്ന ഒരു കാടാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് അലക്സ് പറയുന്നു. അവൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് ജെന്നിനോട് ദേഷ്യപ്പെടുന്നു. അവനൊരെത്തും പിടിയും കിട്ടാതെ നട്ടം തിരിയുകയാണ്. ആടുകിടന്നിടത്ത് ഒരു കൂട പോലും ഇല്ലാത്ത അവസ്ഥയിലായി. ജെൻ അവനോട് മാപ്പ് വല്ലതും ബാഗിലുണ്ടോ എന്ന് ചോദിക്കുന്നു. എനിക്ക് മാപ്പിൻ്റെ ഒരു ആവശ്യമില്ല എന്നവൻ ദേഷ്യത്തിൽ പറയുന്നു. എന്നാൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അവൾ അവനോട് ചോദിക്കുന്നു. അവന് അതും അറിയില്ലെന്ന് പറയുന്നു. അവർ തമ്മിൽ വലിയൊരു തർക്കം അവിടെ നടക്കുന്നു. അവൾ അവളുടെ ബാഗ് തപ്പുന്നു. ഞാൻ ഇവിടെ വെച്ചതാണല്ലോ, കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നു. നിന്റെ ഫോണാണ് നീ നോക്കുന്നതെങ്കിൽ ഞാൻ എടുത്തു മാറ്റിയെന്ന് അലക്സ് പറയുന്നു. എവിടെയെന്ന് അവൾ ചോദിച്ചു. കാറിലാണെന്ന് അലക്സ് പറയുന്നു. എന്തിനാണ് മാറ്റിയെന്ന് അവൾ ചോദിച്ചു. നീ ഫോണിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് ട്രിപ്പിൻ്റെ മൂഡ് കളഞ്ഞാലോ എന്ന് കരുതി മാറ്റിയതാണെന്ന് അവൻ പറയുന്നു. അവൾ ആകെ ഡെസ്പാകുന്നു. ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വരുന്നു. നീ എന്നാണ് അവസാനം വന്നതെന്ന് ചോദിക്കുന്നു. ഹൈസ്കൂൾ സമയത്താണെന്ന് അലക്സ് ആലോചിച്ച് പറയുന്നു. ഫോണുമില്ല, മാപ്പുമില്ല, ഏതാ ഈ സ്ഥലം പോലും എന്നും അറിയില്ലെന്ന് അവൾ പറയുന്നു. എന്നെ ഇംപ്രസ് ചെയ്യാൻ എന്തിനാണ് നീ കാട്ടിൽ കൊണ്ടുവന്നതെന്നും അവൾ ചോദിക്കുന്നു. ഞാൻ ഇങ്ങോട്ട് വരരുതായിരുന്നെന്നും വേറെ എവിടേക്കെങ്കിലും പോയാൽ പോരായിരുന്നോ എന്നൊക്കെ ദേഷ്യം കാരണം നിയന്ത്രണം വിട്ട് അവൾ ചോദിക്കുന്നു. നിന്നെ പ്രപ്പോസ് ചെയ്യാനാണ് ഇവിടെ വന്നതെന്ന് പറഞ്ഞ് അവൻ നടന്നു നീങ്ങുന്നു. അവർ രണ്ടുപേരും രണ്ട് മൂലയ്ക്ക് മാറിയിരിക്കുന്നു. വിഷമിച്ചിരിക്കുന്ന ജെന്നിനടുത്തേക്ക് അവൻ വരുന്നു. അവൾ സോറി പറയുന്നു. അവൾ പറഞ്ഞതിനൊക്കെ അവൾ അവനോട് സോറി പറഞ്ഞു. ഇന്ന് ഇവിടെ ക്യാമ്പ് സെറ്റ് ചെയ്യാമെന്ന്, നാളെ പോകാമെന്നും അലക്സ് പറഞ്ഞു. അവർ അവിടെ ക്യാമ്പൊക്കെ സെറ്റ് ചെയ്തു. പിറ്റേന്ന് രാവിലെ അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ എന്തോ രൂപം അവരുടെ ടെൻറ്റിന് ചുറ്റും മണം പിടിക്കുന്നത് പോലെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അവർ അതറിയുന്നില്ല. ചെറിയ ഞരക്കവും കേൾക്കുന്നുണ്ട്. അവർ രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി വീണ്ടും അവിടെ നിന്ന് യാത്ര ആരംഭിച്ചു. വഴി ശരിയാണോ എന്ന് അവൾ ചോദിക്കുന്നു. അവൻ ഓക്കെ പറഞ്ഞ് നടക്കുന്നു. കുറേ ദൂരം ചെന്നപ്പോൾ അവന് വഴി ഉറപ്പില്ല എന്ന് പറയുന്നു. ജെൻ മുംബൈ കയറി നടക്കുന്ന ദേഷ്യത്തോടെ. അവരുടെ കയ്യിലുള്ള വെള്ളം ഏകദേശം തീരാറായി. അവർ കുഴി പോലുള്ള ഒരു ഭാഗം കാണുന്നു. ഇത് എന്താണെന്ന് അവൾ അവനോട് ചോദിച്ചു. അത് കരടി കിടക്കുന്ന സ്ഥലമാണെന്ന് അലക്സ് പേടിയോടെ പറയുന്നു. നമുക്ക് എത്രയും പെട്ടെന്ന് മാക്സിമം ദൂരം ഇരുട്ടുന്നതിന് മുമ്പ് യാത്ര ചെയ്യണം എന്ന് അവൾ പറഞ്ഞ് നടന്നു നീങ്ങി. രാത്രിയിൽ അടുത്ത സ്ഥലത്തെത്തി ടെൻ്റടിക്കുന്നു. അവൻ അവളോട് സോറി പറയുന്നു. ഞാനും ദേഷ്യം വന്നപ്പോൾ എന്തൊക്കെയോ പറഞ്ഞെന്ന് ജെന്നിയും പറയുന്നു. അലക്സ് തൻ്റെ കയ്യിലുള്ള റിങ് അവളെ കാണിക്കുന്നു. അതിനുശേഷം അത് ബാഗിലെടുത്ത് വെച്ചു. അവരുടെ കയ്യിലുള്ള അവസാനത്തെ പ്രോട്ടീൻ ബാറും വിശന്നപ്പോൾ അവൾക്ക് അവൻ നൽകുന്നു. കുറച്ചുനേരം സംസാരിച്ചിരുന്നപ്പോൾ വീണ്ടും ഇരുട്ടത്ത് എന്തോ കല്ലുകൾ എടുത്തെറിയുന്നത് പോലെ അവർക്ക് തോന്നുന്നു. കരടിയാണോ എന്ന് ജെൻ ചോദിച്ചു. അലക്സ് ഇരുട്ടിലേക്ക് നോക്കി അലറുന്നു. നമുക്ക് ടെൻറ്റിലേക്ക് പോകാമെന്ന് അലക്സ് ജെന്നിനോട് പറഞ്ഞു. ടെൻറ്റിനകത്ത് കയറി കുറച്ചു നേരം വെയിറ്റ് ചെയ്യുന്നു. പിറ്റേന്ന് രാവിലെ അലക്സ് എഴുന്നേറ്റ് പോകാം എന്ന് ജെന്നിനോട് പറഞ്ഞു. ടെൻറ്റ് തുറന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ ഈ സിനിമയിലെ നായകൻ വെളിയിൽ. ജെൻ എന്താണെന്ന് അലക്സിനോട് ചോദിക്കുന്നു. ശബ്ദം വയ്ക്കല്ലേ എന്ന് അലക്സ് ജെന്നിനോട് പറയുന്നു. നീ എന്നെ പേടിപ്പിക്കുവാണോ? എന്താണെന്ന് പറയാൻ ജെൻ ആവശ്യപ്പെടുന്നു. അവൻ വീണ്ടും ടെൻറ്റ് തുറന്ന് പുറത്തേക്ക് നോക്കുന്നു. ഈ ജീവി ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് അലക്സ് പിറുപിറുക്കുന്നു. ആ കരടി എന്തോ കഴിച്ചിട്ട് എഴുന്നേറ്റ് നടന്നു വരുന്നു. ആ ജന്തു വെളിയിലുണ്ടോ എന്ന് ജെൻ ചോദിക്കുന്നു. ഉണ്ടെന്ന് അലക്സ് പറഞ്ഞു. അലക്സ് ആകെ പേടിച്ചിരിക്കുകയാണ്. ദയവായി മാറിപ്പോകൂ എന്ന് അലക്സ് പ്രാർത്ഥിക്കുന്നു. ഈ സമയം ജെന്നും പേടിച്ചിട്ടുണ്ട്. അവൻ ടെൻറ്റിൻ്റെ സിബ് തുറന്നു നോക്കുന്നു. കരടി ടെൻറ്റിനടുത്ത് എത്തി. അവൻ പേടിച്ച് ടെൻറ്റിൻ്റെ സിബ് അടയ്ക്കുന്നു. ജെന്നിനും പേടിയാകുന്നു. നമുക്ക് സർവൈവ് ചെയ്യാനുള്ള ഫുഡ് പോലുമില്ലെന്ന് ജെൻ പറയുന്നു. അവൻ അവൻ്റെ ആക്സ് അന്വേഷിക്കുന്നു. അത് കാണുന്നില്ല. നീ അത് ബാഗിലിട്ടല്ലോ എന്ന് ജെൻ അലക്സിനോട് ചോദിക്കുന്നു. ഇന്നലെ രാത്രി തീ കാഞ്ഞപ്പോൾ ആ ബാഗും അവിടെ വെച്ച് മറന്നതായി പറയുന്നു. പുറത്ത് നല്ല മുരളൽ ശബ്ദം കേൾക്കുന്നുണ്ട്. അവൾ ബിയർ സ്പ്രേ എടുത്ത് റെഡിയായിരിക്കുന്നു. കരടി ടെൻറ്റ് അറ്റാക്ക് ചെയ്യുന്നു. തല ടെൻറ്റിനകത്തേക്കിടുന്നു. അവളുടെ കയ്യിൽ കൈവച്ച് മുറിവുണ്ടാക്കുന്നു. അവൻ്റെ കാലിൽ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അവൾ ആ നിമിഷം തരിച്ചു നിന്നു പോകുന്നു, എന്തു ചെയ്യണം എന്നറിയാതെ. പെട്ടെന്ന് തന്നെ സ്പ്രേ അടിക്കൂ എന്ന് അലക്സ് പറയുന്നത് കേട്ട് അവൾ കരടിക്ക് നേരെ സ്പ്രേ ചെയ്യുന്നു. അത് അവിടെ നിന്നും പോകുന്നു. അലക്സിൻ്റെ കാലിൽ വലിയൊരു മുറിവ് കാണാൻ കഴിയും. ജെൻ അവനെ ആശ്വസിപ്പിക്കുന്നു. ഞാൻ ഇവിടെ കിടന്ന് മരിക്കും എന്ന് അലക്സ് അലറി വിളിച്ചു കരയുന്നു. ഇല്ല, നമ്മൾ രക്ഷപ്പെടും എന്നൊക്കെ ജെൻ അവനെ ആശ്വസിപ്പിച്ചു. വീണ്ടും കരടി വന്ന് അവൻ്റെ കാലിൽ പിടിച്ച് പുറത്തേക്ക് വലിക്കുന്നു. ജെൻ ഞെട്ടിത്തരിച്ച് ടെൻറ്റിൽ ഇരിക്കുന്നു. കരടി അവനെ ആക്രമിക്കുന്നു. ജെന്നിനോട് ഓടി രക്ഷപ്പെടാൻ അലക്സ് പറയുന്നു. അവൾ ടെൻറ്റിന് വെളിയിലേക്ക് നോക്കുന്നു. അലക്സ് ഏകദേശം മരണപ്പെട്ടു കഴിഞ്ഞു. അവൾ ഓടിപ്പോകുന്നു. വീണ്ടും അലക്സ് എന്ന് കരഞ്ഞു നിലവിളിച്ച് തിരിച്ചു വരുന്നു.
അവൾ നോക്കുമ്പോൾ കരടി അവനെ ഭക്ഷിക്കുകയാണ്. അവൾ അവൻ്റെ ബാഗിൽ നിന്നൊരു ചെറിയ പാക്കറ്റ് ബോക്സ് എടുക്കുന്നു. കരടി അലറുമ്പോൾ കാട്ടിലോട്ട് അവൾ നിർത്താതെ ഓടുന്നു. ഓടുന്ന വഴിയിൽ വീഴുന്നുമുണ്ട്. അവൾ അതൊന്നും കാര്യമാക്കാതെ ഓടി. എവിടെയോ വീണ് ബോധമില്ലാതെ കിടന്നു. കണ്ണു തുറന്നു സഹായത്തിനായി അലറി വിളിച്ചു. അവളുടെ കയ്യിലുള്ള ആ ചെറിയ ബോക്സ് തുറന്നു. അവൻ അവൾക്കായി നൽകാനിരുന്ന റിങ്ങായിരുന്നു അത്. അവൾ അത് വിരലിട്ടു ഇരുന്ന് കരഞ്ഞു. ചുറ്റും നോക്കി. ബിയർ സ്പ്രേ ഉണ്ടോ എന്ന് നോക്കി. വീണ്ടും മരക്കൊം പൊടിയുന്ന ശബ്ദം പോലെ കേട്ടു. അവൾ അവിടെ നിന്നും ഓടി. രാത്രിയായപ്പോൾ എന്തു ചെയ്യണം എന്ന് അവൾക്കറിയാതെ വന്നു. അവൾ വലിഞ്ഞു പിടിച്ചൊരു മരത്തിന് മുകളിൽ കയറി അവിടെ വിശ്രമിച്ചു. പിറ്റേന്ന് രാവിലെ ഒരു ഹെലികോപ്റ്ററിൻ്റെ ശബ്ദം കേൾക്കുന്നു. അവൾ ഞെട്ടി എഴുന്നേൽക്കുന്നു. സഹായത്തിനായി നിലവിളിക്കുന്നു. അവൾ ആ മരത്തിന് താഴെ എത്തുന്നു. മുകളിലേക്ക് നോക്കി. ആ ഹെലികോപ്റ്റർ പോയി കഴിഞ്ഞു. വീണ്ടും നടന്നു നീങ്ങി ഒരു മരത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് കാണുന്നു. അത് കുടിച്ച് കൈയൊക്കെ വൃത്തിയാക്കി മുറിവ് നോക്കുന്നു. കരടിയുടെ നഖത്തിൻ്റെ മുറിവാണ് കയ്യിൽ. കൈ അവൾ വെള്ളത്തിൽ മുക്കുന്നു. നല്ലതുപോലെ നീറ്റലുണ്ടാകുന്നു. ഷർട്ടിൻ്റെ ഒരു പീസ് വെച്ച് അവൾ കൈ കെട്ടുന്നു. വേദന മൂലം നിലവിളിക്കുകയും ചെയ്യുന്നുണ്ട്. അവൻ നേരത്തെ കാണിച്ച ആ പഴം അവൾ ആർത്തിയോടെ പറിച്ചു കഴിക്കുകയാണ്. എന്തോ ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കരടി മണം പിടിച്ചു പിറകെ വരുന്നുണ്ട്. അവൾ ഓടുന്നു. കരടിയും അവളെ ഫോളോ ചെയ്യുന്നു. അവൾ ഓടി ഒരു വെള്ളച്ചാട്ടത്തിന് മുകളിലെത്തുന്നു. ആട് പറഞ്ഞ ആ വെള്ളച്ചാട്ടം ഇതായിരിക്കാം. അവിടെ നിന്നും അവളുടെ കയ്യിലുള്ള വിസിലടിക്കുന്നു. കരടി ശബ്ദം കേട്ട് അവിടെ നിന്ന് അലറുകയാണ്. എന്തും വരട്ടെ എന്ന് കരുതി അവൾ പാറയുടെ സൈഡിൽ കൂടി ചവിട്ടി ചവിട്ടി ഇറങ്ങുന്നു. ഇടയ്ക്ക് പിടികിട്ടാതെ ആ താഴ്ചയിലേക്ക് വീഴുന്നു. വീഴ്ചയിൽ അവളുടെ കാലൊടിഞ്ഞു. അവൾ തൻ്റെ കാൽ നോക്കുന്നു. എല്ല് പൊട്ടിയതായി കാണാൻ കഴിയും. അവൾ അവിടെ നിന്നും ചെറിയ മരക്കമ്പുകൾ കാലിന് ചുറ്റും ചേർത്ത് വെച്ചു. സോക്സ് ഉപയോഗിച്ച് കെട്ടി ഒരു കമ്പിൻ്റെ സഹായത്തിൽ നടന്നു നീങ്ങാൻ ശ്രമിച്ചു. അവൾ വീണ്ടും നടന്നു നീങ്ങി. അവൾ ഒരു മരത്തിനു ചുറ്റും കുറേ നേരം ഇരുന്ന് വിശ്രമിച്ചു. എന്തൊക്കെയോ ആലോചിച്ചിരുന്നു. ആ സമയം ഒരു മാൻ കടന്നു പോകുന്നത് കാണാൻ കഴിയുന്നു. അവൾ അതിനെ പിന്തുടർന്ന് വേച്ച് നടന്നു. കുറേ ദൂരം ചെന്നപ്പോൾ ഒരു വെട്ടം കാണുന്നു. അവൾ അത്ഭുതത്തോടെ ആകാംക്ഷയോടെ അങ്ങോട്ടേക്ക് നോക്കി. അവർ വന്ന ബോട്ടും ആ തടാകവും കാണുന്നു. ആ ഫൈബർ വെള്ളം എങ്ങനെയൊക്കെയോ തള്ളി ഇറക്കി അവൾ അതിൽ കയറി തുഴഞ്ഞു. തുഴയാനൊന്നും അവൾക്ക് ശക്തി ഉണ്ടായിരുന്നില്ല. കയ്യിൽ കൂടി രക്തം വരുന്നുണ്ടായിരുന്നു. രക്തം നല്ലതുപോലെ പോകുന്നു. അവർ വന്നിറങ്ങി കാറിട്ട ഭാഗം അവൾ കാണുന്നുണ്ടായിരുന്നു. സഹായത്തിനായി നിലവിളിക്കാനുള്ള ശബ്ദം പോലുമില്ലായിരുന്നു. എങ്ങനെയൊക്കെയോ തുഴഞ്ഞ് കരയിൽ വന്ന് വീണു. അവിടെ ആളുകൾ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ബ്രാഡ് ടൂറിസ്റ്റുകൾക്ക് എന്തൊക്കെയോ വിശദീകരിച്ച് നൽകുന്ന സമയം ടൂറിസ്റ്റുകളിലൊരാൾ ജെന്നിനെ ബ്രാഡിന് ചൂണ്ടിക്കാട്ടി കൊടുക്കുന്നു. ബ്രാഡ് അവൾക്കരികിലേക്ക് ഓടിയെത്തുന്നത് ജെന്നിന് കാണാൻ കഴിയുമായിരുന്നു. അവൾക്ക് അരികിലേക്ക് ബ്രാഡ് എത്തുകയും ഈ സിനിമ അവസാനിക്കുകയും ചെയ്യുന്നു. മൂവി എക്സ്പ്ലനേഷൻ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.